എടാ കള്ള, നീ അങ്ങനെ രക്ഷപ്പെട്ടു പോവാന്ന് കരുതിയോ? മുത്തശ്ശി ഉറങ്ങാതെ കിടക്കായിരുന്നോ? നീ വരുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ആഹാ, അതെ മുത്തശ്ശി. അവിടെ ഇരുന്നിട്ട് എനിക്ക് ഒരു സ്വസ്ഥതയില്ല. മുത്തശ്ശിക്ക് എങ്ങനെയുണ്ടോ, മുത്തശ്ശി ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അതൊക്കെ ആലോചിച്ചപ്പോ ഒരൊറ്റ അടി വെച്ചെറിഞ്ഞ്. ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോന്ന് അറിയാനല്ലേടാ നീ അത്രയും ദൂരത്തുനിന്ന് ഇങ്ങോട്ട് വന്നത്. നീ അവളെ കാണാനല്ലേടാ വന്നത്. സമ്മതിച്ചു, രാധിയെ കാണാൻ തന്നെ ഞാൻ വന്നത്. പക്ഷേ ഇതൊക്കെ എങ്ങനെയാ ഈ തലയിലോട്ട് കയറുന്നത്? അതാണ് സ്നേഹത്തിന്റെ വെളിപാട്. അത് മനസ്സിലായോ? അതെ, നീ വന്നത് ആരെങ്കിലും കണ്ടോ? എവിടുന്ന്? കാണണ്ട. ആരും കാണാതെ തിരിച്ചു പോയിക്കോ. അല്ല, മുത്തശ്ശിക്ക് എന്നെ കാണാതിരുന്നിട്ട് വിഷമം തോന്നിയായിരുന്നോ? എന്നോട് എന്തിനാ നീ അങ്ങനെ ചോദിക്കുന്നത്? എന്റെ ജീവിതത്തിലെ നല്ല നേരം എന്ന് പറഞ്ഞ നിന്റെ കൂടെ ഇരിക്കുന്ന സമയം മാത്രമാ. അതെ, ഞാൻ പോട്ടെ മുത്തശ്ശി. രാധിയെ നോക്കിക്കൊള്ളേ. എന്റെ കൊച്ചുമോന്റെ പെണ്ണല്ലേടാ, ഞാൻ നോക്കിക്കൊള്ളാം. മോൻ സമാധാനായിട്ട് പോയിട്ട് വാ. ഓക്കെ, ശരി. എന്താ ശബ്ദം കേട്ടെ? അമ്മ, ഉർവശി, എന്തു പറ്റി? എന്താ നിങ്ങൾ രണ്ടാളും ഇവിടെ? ഇവിടെന്തോ വീടിന്റെ ശബ്ദം കേട്ടു. വീടിനകത്ത് ആരോ കേറിയിട്ടുണ്ടോന്ന് സംശയമുണ്ട്. ദേ വീണ് കിടക്കുന്നു. ഇത് വീഴുന്ന ശബ്ദമാണോ നിങ്ങൾ കേട്ടത്? അതേമ്മേ, ഇവിടെ കിടന്ന് ഉറങ്ങിയ ഞാൻ കേട്ടില്ല. അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്ന നിങ്ങൾ കേട്ടു. നിങ്ങൾക്ക് എന്താ ഉറക്കമൊന്നുമില്ലേ? അത് ഞാൻ ഏട്ടത്തെയായിട്ട് സംസാരിച്ചിരിക്കായിരുന്നു. നല്ലതാ. ദുഷ്ടബുദ്ധി ഉപദേശിക്കാൻ പാതിരാത്രിയാണല്ലോ നല്ലത്. അതമ്മ ഒന്നു പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ രണ്ടുപേരും? പാതിരയുമില്ല പകലുമില്ല. കുടുംബം നശിപ്പിച്ചേ അടങ്ങൂ രണ്ടുപേരും. കാര്യമുണ്ട് ചെറിയമ്മേ. ഇത് കണ്ടോ, ഞാൻ വരുമ്പോ ഈ ഗിഫ്റ്റ് ഇവിടെ മേശപ്പുറത്തിരിക്കായിരുന്നു. ഓ, ഈ ഗിഫ്റ്റിന്റെ കാര്യമാണോ? ഞാനത് രാധികമ്മക്ക് വേണ്ടി വാങ്ങിച്ചതാ. അവക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി മേശപ്പുറത്ത് വെച്ചതാ. കൊള്ളാം മുത്തശ്ശി, ഗിഫ്റ്റിന്റെ കാര്യം അങ്ങനെ ആയിക്കോട്ടെ. ഈ കുറിപ്പ് മുത്തശ്ശി വെച്ചതാണോ? അമ്മ നോക്കി. എന്റെ സ്വന്തം രാധികയ്ക്ക് എന്താ അമ്മേ, ഇത് അമ്മ എഴുതിയതാണോ? അല്ല, അങ്ങനെ എഴുതുന്നോണ്ട് എന്താ കുഴപ്പം? നമ്മുടെ കുട്ടികളെ സ്വന്തം കുട്ടിയാന്ന് പറയില്ലേ? എടുത്തി, ഇതിൽ ഒരു സംശയം വേണ്ട. ഇന്നലെ രാത്രിയിൽ വരുൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇവളുടെ മുറിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അമ്മ പിന്നെ എല്ലാത്തിനും കൂട്ടാണല്ലോ. ഇന്നലെ എന്തോ തട്ടി വീഴുന്ന ശബ്ദം കേട്ട് നമ്മൾ ഇറങ്ങി പരിശോധിച്ചതല്ലേ. അപ്പോ നമ്മളോട് ദേഷ്യപ്പെട്ടതാരാ? അമ്മയല്ലേ? എന്തായിരുന്നു തിടുക്കം ഞങ്ങളോട് പോയി കിടന്ന് ഉറങ്ങാൻ പറയാൻ? ഉർവശി, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിക്കണ്ട. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. വേണ്ടമ്മേ, അമ്മ പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും കൂടി എന്നെ ചതിക്കാമേ. ചേച്ചി, മുത്തശ്ശി, എല്ലാരും അതെ. സ്വന്തം പേരക്കുട്ടിയെ വേറൊരു പെണ്ണിന്റെ മുറിയിലേക്ക് വഴി കാണിക്കുന്ന ഇവരെ എന്താ വിളിക്കണ്ടേ? പ്രിയങ്കേ, പ്രിയങ്കേ, സ്ഥാനം മറന്ന് സംസാരിക്കണ്ട.
എന്തിനാ ചേച്ചി എന്നെ ഇങ്ങനെ കൊല്ല ചെയ്യുന്നത്? എന്നും ഞാൻ ചേച്ചിയുടെ മുൻപിൽ രണ്ടാം തരക്കാരി ആയിട്ടല്ലേ ഉള്ളൂ. മതിയായില്ലേ എപ്പോഴും? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കില്ല. അത് എന്റെ ഗതികേടാ. മതിയടി കള്ളക്കണ്ണീരൊലിപ്പിച്ചത്. ഉർവശി, കൽപ്പനയ്ക്ക് ഫോൺ ചെയ്. വരുൺ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഉണ്ടോന്ന് ചോദിച്ചു നോക്ക്. അതെ, അമ്മയോടെ പോവാ. നിങ്ങളുടെ തെളിവെടുപ്പൊക്കെ കഴിയട്ടെ. ശിക്ഷ വിധിക്കുമ്പോ വന്നാ മതിയല്ലോ. ആ, നീ അവളെ ഒന്ന് വിളിക്കേ. ഉം.